വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 231 മൃതദേഹങ്ങളും 206 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മേപ്പാടിയിൽ നിന്ന് 151 മൃതദേഹങ്ങൾ, നിലമ്പൂരിൽ നിന്ന് 80 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 39 ശരീരഭാഗങ്ങളാണ് മേപ്പാടിയിൽ നിന്ന്, നിലമ്പൂരിൽ നിന്ന് 172 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇതേവരെ ലഭിച്ച എല്ലാ ശരീരഭാഗങ്ങളുടെയും മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. തിരിച്ചറിയാത്ത 52 മൃതദേഹങ്ങളും 194 ശരീരഭാഗങ്ങളും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനയോടെ സംസ്കരിച്ചു. നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്തു നിന്നും ഇന്നലെ 5 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്താനായി. അത് പൂർണ്ണമായും മനുഷ്യരുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആ തരത്തിലുള്ള ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 415 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 401ൻ്റെ DNA പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ 349 ശരീരഭാഗങ്ങൾ 248 ആളുകളുടേതാണ്. ശരീരഭാഗങ്ങൾ 349 ഉണ്ടെങ്കിലും അത് അവരുടെ പരിശോധനയിൽ അവസാനം കണ്ടെത്തിയിട്ടുള്ളത് 248 ആളുകളുടേതാണ് ആ ശരീരഭാഗങ്ങളെന്നാണ്. 121 പുരുഷന്മാരാണ്, 127 സ്ത്രീകളാണ്. ഇത്രയെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 52 ശരീരഭാഗങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലായിപ്പോയിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് 115 പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശികളായ 3 പേരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ഇനി ലഭിക്കാനുണ്ട്. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 118 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കണ്ടെത്താനുള്ളവരുടെ അതിൽ 118 പേരായി മാറിയിട്ടുണ്ട്. ചൂരൽമല പാലത്തിന് താഴ്ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ, വയനാട് മേഖലകളിലും തെരച്ചിൽ ഊർജിതമാണ്. 7 മേഖലകളിലായി തിരിച്ച് NDRF, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, പോലീസ്, വനം വകുപ്പ്, സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എല്ലാം തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജനകീയ തെരച്ചിലിൽ ഒറ്റ ദിവസം തന്നെ 2000-ഓളം പേർ പങ്കെടുത്തിരുന്നു. പരിശോധന ഇന്നും തുടരുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തെരച്ചിൽ നടത്തും.